ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറും RSS നേതാവ് റാം മാധവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദുരൂഹതയേറുന്നു. ADGPയുമായി ചർച്ചയ്ക്ക് പോയതിൽ ബിസിനസ്സുകാരുമുണ്ടെന്നാണ് സൂചന. ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മലയാളിയായ കണ്ണൂരുകാരൻ ശതകോടീശ്വരനും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ ബിസിനസ്സുകാരനൊപ്പം ADGP എന്തിന് RSS നേതാവിനെ കണ്ടു എന്നതിൽ ചോദ്യം ഉയരുന്നിടത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കൂടി സംശയനിഴലിലാകുന്നത്. കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് ADGP MR അജിത് കുമാറും RSS നേതാവ് റാം മാധവും കൂടിക്കാഴ്ച നടത്തിയത്. തലസ്ഥാനത്ത് നടന്ന RSSന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായി നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായതിനു പിന്നാലെയാണ് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തുവരുന്നത്. എന്നാൽ ഈ വ്യവസായി വീണ വിജയന്റെ ബിസിനസ് മെന്ററാണെന്ന് മാസപ്പടി ആരോപണവും എക്സാലോജിക് വിഷയവും ഉൾപ്പെടെ അവിടെ ചർച്ചയായെന്നാണ് വിവരങ്ങൾ. പാർട്ടി സമ്മേളനം നടക്കുന്ന വേളയിലും പ്രധാന ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിട്ടും അജിത് കുമാറിനെ മാറ്റി നിർത്താനോ തള്ളിപ്പറയാനോ പിണറായി തയ്യാറാകാതിരുന്നതിനു പിന്നിൽ ഈ കൂടിക്കാഴ്ചയാണെന്നുമാണ് പറയുന്നത്. സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് ദത്താത്രേയ ഹൊസബാലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം. ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടത് ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖേനയാണ് മുഖ്യമന്ത്രി അറിഞ്ഞതെന്നാണ് ഒടുവിലത്തെ ഭാഷ്യം.